കേരളം ദൈവവും പ്രകൃതിയും ഒന്നിച്ച് ജീവിക്കുന്ന ഭൂമി. ഗൈസ്, നിങ്ങൾക്ക് ഇനി ഗസ്സസ് ചെയ്യാൻ പറ്റുമോ ഇന്ന് നമ്മൾ എവിടാ പോകുന്നത്? രണ്ടിടത്തും നല്ല കാടും പിന്നെ ഈ ചെറിയ വഴി കൂടെ നമ്മൾ ഒരു ഇടം വരെ പോവുക. ഇടമെന്ന് വെച്ചാൽ ഇടമല്ല, ഒരു ടെമ്പിൾ എന്നൊരു ഞാൻ ഹിന്റ് തരാം. പിന്നെ ഈ കാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടെങ്കിൽ രണ്ടിടത്തിനും ഫുൾ റിസ്ക്കാ. എവിടെയും വേണമെങ്കിലും ആനയൊക്കെ വരുന്ന റിസ്ക് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഞങ്ങൾ വിചാരിച്ച് ഈ ഒരു അഡ്വെഞ്ചർ ഞങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇതുവരെ ഒന്നും വന്നിട്ടില്ല, പക്ഷേ നോക്കാം എന്തുവാന്ന്. Hey guys, once again welcome back to my channel. സോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ സ്ഥിരീകരിച്ച പ്രസിദ്ധമായ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. സോ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ഈ അമ്പലം എന്തുവാനും ഇവിടുത്തെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പൂജയൊക്കെ. നിങ്ങൾ വിചാരിക്കുന്നതിനെ കൂട്ടി ഇതൊരു സാധാരണ അമ്പലമല്ല, പക്ഷേ ഇതൊരു വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ പാരമ്പര്യത്തിൻ്റെയും ഒരു സ്ഥലമാണ്. കല്ലേലി ഊരാളി അപ്പൂപ്പൻ എന്നത് നാട്ടുകാരുടെ രക്ഷകനും അതുപോലെ കാവൽക്കാരനായ ഒരു ദൈവവിശ്വാസമാണ്. ഫൈനലി ഗൈസ്, നമ്മൾ അമ്പലത്തിൻ്റെ എൻട്രൻസിലോട്ട് എത്തി. ഇനി ഇവിടെ കുറച്ച് പാർക്കിംഗ് സീനാണ്, അത് കാരണം ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിൽ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ എല്ലാവരും അമ്പലത്തോട്ട് കയറാൻ പോവുക. എൻട്രൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്സ് വെച്ചിട്ട് താഴോട്ട് നമ്മളിങ്ങനെ ഇറങ്ങുമ്പം രണ്ട് സൈഡിലും അടിപൊളി ഈ വലിയ വലിയ ശംഖം ഉണ്ടല്ലോ, അതിൻ്റെ ഇങ്ങനെ രണ്ടിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ടോപ്പ് വ്യൂ. ഇവിടെ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പം അടിപൊളി വ്യൂ ആയി ഇവർ തന്നേക്കുന്നത്. അപ്പൂപ്പൻ ആ വനവും നാടും കാക്കുന്ന ദൈവം എന്നാണ് ഇവിടെ വിശ്വസിക്കപ്പെടുന്നത്. ഈ കാവ് വളരെ പഴഞ്ചനായതുകൊണ്ട് തലമുറകളായി ഇവിടെ ആരാധനയും വഴിപാടും എല്ലാം നടക്കാറുണ്ട്. നമ്മൾ വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ഈ കൗണ്ടറുണ്ട്. ഇവിടെ നമുക്ക് എല്ലാം വഴിപാടിൻ്റെ റിസീപ്റ്റ് ഒക്കെ എഴുതിപ്പിക്കാം. ഇവിടെ കുറേ ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ലിസ്റ്റ് പ്രൈസ് ഒക്കെ ഉണ്ട്, ഏതൊക്കെ വഴിപാടിന് എത്രയാണ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ഇവർ നമ്മളുടെ അടുത്ത് പറഞ്ഞു തരും അടുത്തത് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്നിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. പ്രായം കൂടിയ അപ്പൂപ്പൻ രൂപത്തിലാണ് ദൈവം ഇവിടെ സങ്കല്പിച്ചേക്കുന്നത്. ആദ്യമേ നമ്മൾ ഈ കയറി വരുമ്പം ഇവിടെ സാധാരണ എല്ലാവരും തൊഴുന്നത്, അങ്ങനെ ഞങ്ങളും ഇവിടെ തൊഴുത് എന്നിട്ട് കറങ്ങിയിട്ടാണ് നമ്മൾ ഈ അപ്പൂപ്പൻ്റെ മുമ്പിൽ വരുന്നത്. ഇതാണ് അപ്പൂപ്പൻ്റെ മെയിൻ വിഗ്രഹം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് തൊട്ടപ്പുറത്താണ് സ്ഥിരീകരിച്ചേക്കുന്ന അമ്മൂമ്മയുടെ വിഗ്രഹം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നമ്മൾ തൊഴും. രക്ഷ, സുഖ, ആരോഗ്യം, മാനസിക ശാന്തി ഇതിനൊക്കെയാണ് ഇവിടെ വഴിപാട് നടത്തിയേക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് തൊഴുതിയ ഇത് ഉറപ്പായിട്ട് കിട്ടുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇവിടെ നിന്ന് തൊഴുത് നമ്മൾ പിന്നെ ഇവിടെ മലദൈവങ്ങളും പിന്നെ അതുപോലെ തന്നെ നരസിംഹവും പിന്നെ ഇത് കൂടാതെ ശിവനും പാർവതിയുടെയും ഒരു വലിയ വിഗ്രഹവും, അങ്ങനെ ഇതെല്ലാം തൊഴുതിട്ട് നമുക്കിവിടെ കഞ്ഞി ഭക്തർക്ക് ഇവർ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ തൊഴുത് പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നല്ലതുപോലെ എൻജോയ് ചെയ്യാം. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പത്തനംതിട്ടയിൽ ഈ ഊരാളി അപ്പൂപ്പൻ ക്ഷേത്രം വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾ വരണം. So if you like this video, please do like, share and subscribe. Bye.